തൃശൂരിലും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. പാടൂർ സ്വദേശിയായ 7ാം ക്ലാസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ. മണ്ണുത്തി പാലക്കാട് ദേശീയപാത വാണിയമ്പാറയിൽ അടിപ്പാത നിർമ്മാണം തുടങ്ങി. അടിപ്പാത നിർമ്മാണം നടക്കുന്ന മുടിക്കൂട് സർവീസ് റോഡിൽ ഗതാഗതക്കുരുക്ക് പതിവാകുന്നു. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള താൽക്കാലിക പ്രവേശന റോഡ് യാത്രക്കാർക്ക് ദുരിതമാകുന്നു. ഗുരുവായൂർ നഗരസഭയുടെ റോഡാണ് പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായത്. സർക്കാർ നടപ്പിലാക്കിയ സ്മാർട്ട് റേഷൻ കാർഡ് സ്വീകരിക്കാതെ സർക്കാർ ആശുപത്രി ജീവനക്കാർ. കാർഡ് സ്കാൻ ചെയ്യാനുള്ള സംവിധാനമില്ലെന്ന് ജീവനക്കാരുടെ വിശദീകരണം. മണത്തലയിൽ പട്ടാപ്പകൽ മുഖംമൂടി ധരിച്ചെത്തിയ ആൾ വീട്ടമ്മയുടെ ദേഹത്തേക്ക് മുളകുപൊടി എറിഞ്ഞ് ആഭരണങ്ങൾ കവരാൻ ശ്രമം. വീട്ടമ്മ ബഹളം വെച്ചതോടെ മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു. കുന്നംകുളം ഭാവന റോഡിലെ കംഫർട്ട് സ്റ്റേഷനിൽ നിന്നുള്ള സെപ്റ്റിക് മാലിന്യങ്ങൾ പൊതുക്കാനയിലേക്ക് ഒഴുകുന്നതായി ആക്ഷേപം. സമീപത്തെ കായ മാർക്കറ്റ് പകർച്ചവ്യാധി ഭീഷണിയിൽ. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തൃശൂരിലും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. വെങ്കടങ്ങ് പാടൂർ സ്വദേശിയായ 7ാം ക്ലാസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. എറണാകുളത്തെ അമൃത ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. കുട്ടിയെ ഐസിയുവിൽ നിന്ന് മാറ്റി. കഴിഞ്ഞ ജൂൺ 1-ാം തീയതി പനിയെ തുടർന്ന് പാടൂരിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയ കുട്ടിയെ പിറ്റേന്ന് സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാറ്റുകയായിരുന്നു. പനി വിട്ടുമാറാത്തതിനെ തുടർന്ന് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. തുടർന്ന് പുതുച്ചേരിയിലെ ലാബിലേക്ക് കുട്ടിയുടെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് സാമ്പിൾ അയച്ചു നടത്തിയ പരിശോധനയിലാണ് അണുബാധ സ്ഥിരീകരിച്ചത്. ഇതിനിടെ ഗുരുതരാവസ്ഥയിലായ കുട്ടിയെ ജൂൺ 16-ാം തീയതി അമൃത ആശുപത്രിയിലേക്ക് മാറ്റി. ഒരാഴ്ചയിലെ ചികിത്സയ്ക്ക് ശേഷമാണ് കുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടത്. അണുബാധ ഉണ്ടായത് എവിടെ നിന്നാണെന്ന് കണ്ടെത്താനായിട്ടില്ല. സമീപകാലത്ത് കുളത്തിലോ പുഴയിലോ കുളിച്ചിട്ടില്ലെന്നാണ് കുട്ടി പറയുന്നത്. വീടിന് സമീപത്തുള്ള പാടത്ത് സ്ഥിരമായി ഫുട്ബോൾ കളിക്കാൻ പോകാറുണ്ടായിരുന്നു. ഇവിടെ നിന്നാകാം അമീബിക് അണുബാധ ഉണ്ടായതെന്ന് സംശയിക്കുന്നു. മണ്ണുത്തി പാലക്കാട് ദേശീയപാത വാണിയമ്പാറയിൽ അടിപ്പാത നിർമ്മാണം തുടങ്ങി. 5.5 മീറ്റർ ഉയരത്തിലും 1700 മീറ്റർ നീളത്തിലുമാണ് അടിപ്പാത നിർമ്മിക്കുന്നത്. വാണിയമ്പാറയിൽ അടിപ്പാത നിർമ്മിക്കാത്തതുമൂലം വാഹനാപകടങ്ങൾ നിത്യസംഭവമായിരുന്നു. പലർക്കും ജീവൻ പോലും നഷ്ടമായിട്ടുണ്ട്. വാണിയമ്പാറയിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ കൂട്ടായ്മ നിരവധി പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. കല്ലിടുക്കിലും മുടിക്കോടും നിലവിൽ അടിപ്പാത നിർമ്മാണം നടന്നുവരികയാണ്. അടിപ്പാത നിർമ്മാണം നടക്കുന്ന മുടിക്കോട് സർവീസ് റോഡിലെ കുഴികൾ മൂലം ഗതാഗതക്കുരുക്ക് പതിവാണ്. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള താൽക്കാലിക പ്രവേശന റോഡ് യാത്രക്കാരുടെ നടുവൊടിക്കുന്നതായി പരാതി. റോഡ് എത്രയും പെട്ടെന്ന് സഞ്ചാരയോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. റെയിൽവേയുടെ അധീനതയിലുള്ള പ്രധാന റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അടച്ചിട്ടതിനെ തുടർന്ന് താൽക്കാലികമായി തുറന്നുകൊടുത്ത ഗുരുവായൂർ നഗരസഭയുടെ റോഡാണ് പൊട്ടിപ്പൊളിഞ്ഞ് അതീവ ശോചനീയാവസ്ഥയിലായിരിക്കുന്നത്. ഔട്ടർ റിംഗ് റോഡിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുന്ന ഈ ഭാഗത്തെ 200ഓളം മീറ്റർ ദൂരം 4 മാസത്തോളമായി സഞ്ചാരയോഗ്യമല്ല. ആഴത്തിലുള്ള കുഴികളാണ് റോഡിൽ രൂപപ്പെട്ടിരിക്കുന്നത്. മഴവെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ കുഴിയുടെ വലുപ്പം അറിയാതെ വരുന്ന വാഹനങ്ങൾ ചതിക്കുഴികളിൽ വീണ് അപകടങ്ങൾ പതിവാണ്. ഇതുമൂലം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ ഓട്ടോറിക്ഷകളും ടാക്സി വാഹനങ്ങളും മടിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷന് മുന്നിലുണ്ടായിരുന്ന ഓട്ടോറിക്ഷ പാർക്കിംഗ് ഔട്ടർ റിംഗ് റോഡിന് സമീപത്തേക്ക് മാറ്റി. ട്രെയിൻ ഇറങ്ങി വരുന്ന യാത്രക്കാർ ഏറെ ദൂരം നടന്ന് ഓട്ടോ വിളിക്കേണ്ട ഗതികേടാണ്. കോൺക്രീറ്റ് പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന റെയിൽവേ റോഡ് 1 മാസത്തിനകം തുറന്നുകൊടുക്കാനാകുമെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. എന്നാൽ റോഡ് തുറന്നുകൊടുക്കാൻ മാസങ്ങൾ എടുക്കുമെന്ന് നാട്ടുകാർ ആരോപിച്ചു. റോഡിന്റെ ശോചനീയാവസ്ഥ യാത്രക്കാരുടെ മാത്രമല്ല വാഹനങ്ങളുടെയും നടുവൊടിക്കുന്നതായും അടിയന്തരമായി റോഡ് അറ്റകുറ്റപ്പണി നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്നും ഡ്രൈവർമാർ ആവശ്യപ്പെട്ടു. ഈ റോഡ് ഇപ്പോൾ പണി നടക്കുകയാണ്. അപ്പോൾ താൽക്കാലിക റോഡ് നമ്മൾക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഓട്ടോറിക്ഷക്കാർക്ക് മറ്റേ മെയിൻ്റനൻസ് ആയിട്ടും നടുവേദനയായിട്ടും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. യാത്രക്കാർ കൊണ്ടുപോകുമ്പോൾ അവർക്ക് ലഗേജുമായിട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പോൾ എത്രയും വേഗം ആ റോഡൊന്ന് സഞ്ചാരയോഗ്യമാക്കാൻ വേണ്ടിയിട്ട് അധികാരികളെ കണ്ണു തുറപ്പിക്കാനുള്ളൊരു നടപടി ഉണ്ടാവണം. അറ്റകുറ്റപ്പണി നടത്താതെ 4 വർഷത്തോളമായി കുണ്ടും കുഴിയും നിറഞ്ഞുകിടന്നിരുന്ന റെയിൽവേ റോഡ് ഏറെ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ടാറിങ്ങും കോൺക്രീറ്റും നടത്താൻ റെയിൽവേ തയ്യാറായത്. നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ താൽക്കാലിക റോഡിലെ ദുരിതം പേറേണ്ടി വരുന്നതിനാൽ തന്നെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ. TC വിനോസ്, ഗുരുവായൂർ.
നാട് മുഴുവൻ ഡിജിറ്റലാകുമ്പോഴും പഴഞ്ചൻ പാത പിന്തുടർന്ന് സർക്കാർ ആശുപത്രികൾ. സർക്കാർ നടപ്പിലാക്കിയ സ്മാർട്ട് റേഷൻ കാർഡ് സ്വീകരിക്കാൻ ആശുപത്രി ജീവനക്കാർ വിസമ്മതിക്കുന്നത് ഇത് രോഗികൾക്ക് സമയനഷ്ടവും ചികിത്സ വൈകുന്നതിനും കാരണമാകുകയാണ്. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രി ഉൾപ്പെടെയുള്ള ഒട്ടുമിക്ക സർക്കാർ ആശുപത്രികളിലും സ്മാർട്ട് റേഷൻ കാർഡ് സ്വീകരിക്കുന്നില്ല. ചികിത്സ തേടിയെത്തുന്ന BPL കാർഡിൽ ഉൾപ്പെട്ടവർക്ക് വിവിധ പരിശോധനകൾ കുറഞ്ഞ ചിലവിൽ ലഭിക്കുന്നതിന് റേഷൻ കാർഡ് ഹാജരാക്കേണ്ടതുണ്ട്. എന്നാൽ സർക്കാർ ആശുപത്രികളിൽ സ്മാർട്ട് കാർഡ് സ്കാൻ ചെയ്യാനുള്ള സംവിധാനമില്ലെന്നാണ് ജീവനക്കാർ പറയുന്നത്. ഇതുമൂലം സ്മാർട്ട് റേഷൻ കാർഡുമായി എത്തുന്നവർ പുറമേയുള്ള ഓൺലൈൻ സ്ഥാപനങ്ങളിൽ പോയി കാർഡ് സ്കാൻ ചെയ്ത് പ്രിന്റ് എടുത്ത് ഹാജരാക്കുകയോ ഒറിജിനൽ റേഷൻ കാർഡ് ഹാജരാക്കുകയോ ചെയ്യേണ്ട അവസ്ഥയാണിപ്പോൾ. ഞാൻ മകനുമായി ചികിത്സാർത്ഥം വന്നതാണ്. എൻ്റെ റേഷൻ കാർഡിൻ്റെ ആനുകൂല്യം കിട്ടുന്നതിനായി ഇത്തരത്തിൽ വന്നിട്ടുള്ള സ്മാർട്ട് റേഷൻ കാർഡുമായിട്ടാണ് ഞാൻ വന്നത്. ഇവിടെ അതിന് സ്കാൻ ചെയ്യാനുള്ള ഒരു സംവിധാനം ഇല്ല. മാത്രമല്ല പണമിടപാടിനായി ഒരു ഡിജിറ്റൽ സംവിധാനം അതും ഈ നമ്മുടെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ഇല്ല. ഇതിനു പുറമെ സർക്കാർ ആശുപത്രികളിൽ ഓൺലൈനായി പണമടയ്ക്കാനുള്ള സംവിധാനവും ഇതുവരെ ഏർപ്പെടുത്തിയിട്ടില്ല. ആശുപത്രികൾ ആധുനികവും രോഗീ സൗഹൃദവുമായി മാറുന്ന കാലഘട്ടത്തിൽ നിന്നിടത്ത് തന്നെ നിൽക്കുന്ന സർക്കാർ ആശുപത്രികൾ രോഗികളെ വലയ്ക്കുകയാണ്. TCV കൊടുങ്ങല്ലൂർ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സർവീസിന് അഭിമാന നേട്ടം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് രാജ്യത്ത് 7ാം സ്ഥാനത്തെത്തി. ട്രായുടെ പുതിയ റിപ്പോർട്ട് പ്രകാരമാണ് കേരള വിഷൻ 7ാം സ്ഥാനത്ത് എത്തിയത്. 1.11 മില്യൺ സബ്സ്ക്രൈബേഴ്സുമായാണ് ഈ നേട്ടം കൈവരിച്ചത്. രാജ്യത്ത് തന്നെ മികച്ച ബ്രോഡ്ബാൻഡ് സർവീസാണ് കേരള വിഷന്റേത്. പട്ടാപകൽ മുഖംമൂടി ധരിച്ചെത്തി വീട്ടമ്മയുടെ ദേഹത്തേക്ക് മുളകുപൊടി എറിഞ്ഞ് കവർച്ചാ ശ്രമം. മണത്തല ആലഞ്ചേരി സുജിത്തിന്റെ ഭാര്യ പ്രീജയുടെ ദേഹത്തേക്കാണ് അക്രമി മുളകുപൊടി എറിഞ്ഞത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2:30-ക്കായിരുന്നു സംഭവം. ഈ സമയത്ത് സുജിത്ത് വീട്ടിലുണ്ടായിരുന്നില്ല. വാതിൽ തട്ടുന്ന ശബ്ദം കേട്ട് സുജിത്താണെന്ന് കരുതി പ്രീജ വാതിൽ തുറക്കുകയായിരുന്നു. വാതിൽ തുറന്ന ഉടൻ മോഷ്ടാവ് പ്രീജയുടെ മുഖത്തേക്ക് മുളകുപൊടി വിതറി. ഉടനെ അലറി വിളിച്ച് പ്രീജ വീടിനകത്തേക്ക് ഓടുകയായിരുന്നു. ബഹളം വെച്ചതോടെ മോഷ്ടാവ് കടന്നുകളഞ്ഞു. കറുത്ത ടീഷർട്ടും പാൻസുമാണ് അക്രമി ധരിച്ചിരുന്നതെന്ന് വീട്ടമ്മ പറയുന്നു. മുഖം ഷാൾ കൊണ്ട് മറച്ചിരുന്നതായും വീട്ടമ്മ പറഞ്ഞു. വീട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് വീട് സന്ദർശിച്ചു. ഒരു പിടി ഇങ്ങനെ മുളകും പൊടിയാണ് മുളകാന്നൊക്കെ തോന്നുന്നു. ഇങ്ങനെ എറിഞ്ഞ വശന്റെ നെഞ്ചത്തും മേലൊക്കെ ആകെ നീറി. അപ്പൊ ഞാൻ ആകെ പേടിച്ചിട്ട് അകത്തേക്ക് ഓടി. ബാക്കിൽ വാതിൽ തുറന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓടി ബാക്കിലേക്ക് ഓടിയിട്ട് ബാക്കിലുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചു വരുമ്പോഴേക്കും ആളെ എങ്ങോട്ടാ പോയിന്നറിയില്ല. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. കാരണം ഞാൻ ആകെ തളർന്നു. ഗുരുവായൂർ താമരയൂരിൽ ക്ഷേത്രഭണ്ഡാരം കുത്തിത്തുറന്ന് പണം കവർന്നു. താമരയൂർ കുണ്ടരാമളപ്പിൽ ഭഗവതി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. സർപ്പക്കാവിന് മുന്നിൽ റോഡിന് അഭിമുഖമായുള്ള പ്രധാന ഭണ്ഡാരമാണ് കുത്തിത്തുറന്നത്. രാവിലെ സർപ്പക്കാവിൽ വിളക്ക് തെളിയിക്കാനെത്തിയ ക്ഷേത്ര ഭാരവാഹികളാണ് ഭണ്ഡാരം കുത്തിത്തുറക്കുന്നതായി കണ്ടത്. 2 വർഷം മുൻപും ഇതേ ഭണ്ഡാരം കുത്തിത്തുറന്നിരുന്നു. ക്ഷേത്ര ഭാരവാഹികൾ പോലീസിൽ പരാതി നൽകി. പോലീസും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. മേഖലയിൽ പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം വാസുദേവ വിലാസം വളവിൽ വ്യാപാര സ്ഥാപനത്തിലും വീട്ടിലും മോഷണം. മംഗലത്ത് സജീവന്റെ ഉടമസ്ഥതയിലുള്ള മീനാക്ഷി ബേക്കറിയിലും അംബേദ്കർ കോളനിയിൽ ചൂരപ്പെട്ടി വീട്ടിൽ ശാരിയുടെ വീട്ടിലുമാണ് മോഷണം നടന്നത്. ബേക്കറിയിൽ നിന്ന് 21,000 രൂപയും മിഠായികളും നഷ്ടപ്പെട്ടതായി കടയുടമ പറഞ്ഞു. ശാരിയുടെ വീട്ടിൽ നിന്നും 1,200 രൂപ മോഷണം പോയി. മതിലകം പോലീസ് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം കോതപറമ്പിൽ വീട് കുത്തിത്തുറന്ന് സ്വർണവും വെള്ളിയും കവർന്നിരുന്നു. കുന്നംകുളം ഭാവന റോഡിലെ കംഫർട്ട് സ്റ്റേഷനിൽ നിന്നുള്ള സെപ്റ്റിക് മാലിന്യങ്ങൾ കായ മാർക്കറ്റിലേക്കും പൊതുകാനയിലേക്കും ഒഴുകുന്നത് പ്രതിഷേധത്തിന് ഇടയാക്കുന്നു. മഴ ശക്തി പ്രാപിച്ചതോടെയാണ് കായ മാർക്കറ്റിലേക്കും പൊതുകാനയിലേക്കും കംഫർട്ട് സ്റ്റേഷനിലെ മലിനജലത്തിന്റെ കുത്തൊഴുക്ക് ആരംഭിച്ചത്. കംഫർട്ട് സ്റ്റേഷനിൽ നിന്ന് കാന വഴി ഒഴുകിയെത്തുന്ന സെപ്റ്റിക് മാലിന്യങ്ങൾ കായ മാർക്കറ്റിന്റെ പല ഭാഗങ്ങളിലായി കെട്ടിക്കിടക്കുകയാണ്. ഇതോടെ മാർക്കറ്റിലെ ജീവനക്കാർ പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികളുടെ പിടിയിലുമായി. ഇതോടെ കായ മാർക്കറ്റ് ഉൾപ്പെടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്കാണ് മലിനജലം ആദ്യം ഒഴുകിയെത്തുന്നത്. പിന്നെ ഇവിടെ നിന്നാണ് പല ഭാഗങ്ങളിലേക്കും മലിനജലം ഒഴുകിപ്പോകുന്നത്. ഇതോടെ ഭക്ഷ്യയോഗ്യമായ കായകൾ സൂക്ഷിക്കാൻ വൃത്തിയുള്ള സ്ഥലം ലഭിക്കാതെ വ്യാപാരികൾ പ്രതിസന്ധിയിലായി. കുന്നംകുളം നഗരസഭാ സെക്രട്ടറി
ആരോഗ്യ വിഭാഗം, ഭരണസമിതി എന്നിവർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ച് അടിയന്തര നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പു നൽകിയിരുന്നുവെങ്കിലും ദിവസങ്ങൾ പിന്നിട്ടിട്ടും വാക്കുപാലിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ലെന്ന് ആക്ഷേപമുണ്ട്. TCV ന്യൂസ്, കുന്നംകുളം. ബാർ ഹോട്ടൽ സൂപ്പർവൈസറെ മർദ്ദിച്ച കേസിൽ രണ്ടുപേരെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. മണത്തല വഞ്ചിക്കടവ് സ്വദേശികളായ മഠത്തിപ്പറമ്പിൽ റഹീം, ചന്ദനപ്പറമ്പിൽ മുഹമ്മദ് എന്നിവരെയാണ് SI K ഗിരിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ബസ് സ്റ്റാൻഡിന് മുൻവശത്തുള്ള പോളക്കുളം റിനൈ ശ്രീകൃഷ്ണ ബാർ ഹോട്ടലിലെ സൂപ്പർവൈസർ പത്മരാജനെയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രതികൾ മർദ്ദിച്ചത്. ബാറിന്റെ മതിലിൽ കയറിയിരിക്കുന്നത് സെക്യൂരിറ്റി ജീവനക്കാരൻ ചോദ്യം ചെയ്തതിലുള്ള വിരോധമാണ് മർദ്ദനത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. ബാറിൽ നിന്ന് ഇറങ്ങിപ്പോയ പ്രതികൾ ഇരുമ്പ് പൈപ്പുകളുമായി വന്ന് പത്മരാജനെ മർദ്ദിക്കുകയായിരുന്നു. അടികൊണ്ട് കൈയിലെ എല്ല് പൊട്ടി ഗുരുതരാവസ്ഥയിലായ പത്മരാജൻ ചികിത്സയിലാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഇടതുപക്ഷ സർക്കാരിന്റെ മദ്യനയം മൂലം സംസ്ഥാനത്തെ 1500-ൽ പരം കള്ളുഷാപ്പുകൾ ഘട്ടം ഘട്ടമായി അടച്ചുപൂട്ടിയതായി കേരള ടോഡി ആൻഡ് അബ്കാരി വർക്കേഴ്സ് കോൺഗ്രസ്. സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ സമരപരിപാടികൾ സംഘടിപ്പിക്കുവാൻ തൃശൂരിൽ ചേർന്ന നേതൃയോഗത്തിൽ തീരുമാനമായി. യോഗം കേരള ടോഡി ആൻഡ് അബ്കാരി വർക്കേഴ്സ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് N അഴകേശൻ ഉദ്ഘാടനം ചെയ്തു. തെങ്ങുതോട്ടങ്ങൾ കണ്ടെത്താതെ പാർട്ടി കേന്ദ്രങ്ങളിൽ നിർമ്മിക്കുന്ന വ്യാജക്കള്ള് വിതരണം ചെയ്യുവാനുള്ള നീക്കം ചെത്തുമദ്യ വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ ശക്തമായി ചെറുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. തൃശൂർ റേഞ്ചിലെ മുഴുവൻ കള്ളുഷാപ്പുകളും പാലക്കാട് ജില്ലയിലെ 15 ഷാപ്പുകളും തുറക്കുന്നതിനായി സർക്കാർ നടപടികൾ സ്വീകരിക്കാത്തതുമൂലം ചെത്തുതൊഴിലാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് തൊഴിലാളി കുടുംബങ്ങൾ വഴിയാധാരമായിരിക്കുകയാണ്. സർക്കാരും എക്സൈസ് വകുപ്പും ഇതെല്ലാം കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും യോഗം കുറ്റപ്പെടുത്തി. വർക്കിംഗ് പ്രസിഡന്റ് ഡോക്ടർ VS അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി KK പ്രകാശൻ, കുരിപ്പുഴ വിജയൻ, K ശിവൻ, പാലക്കാട് അങ്കമാലി രവി തുടങ്ങിയവർ സംസാരിച്ചു. മുളകുന്നത്താവ് കോക്കുളങ്ങരയിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ അഗ്നിബാധയുണ്ടായ സ്പെയർ പാർട്സ് കമ്പനിയിൽ വിദഗ്ധ സംഘം പരിശോധന നടത്തി. KSEB, അഗ്നിശമന സേന, റവന്യൂ, പഞ്ചായത്ത്, പോലീസ് ഉദ്യോഗസ്ഥരാണ് സ്ഥലത്ത് പരിശോധന നടത്തിയത്. കെട്ടിടത്തിൽ ഫയർ ഫൈറ്റിംഗ് സംവിധാനം ഉണ്ടായിരുന്നില്ലെന്ന് അഗ്നിശമന സേന കണ്ടെത്തി. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഫോറൻസിക് റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമേ തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമാകുകയുള്ളൂവെന്നും അധികൃതർ പറഞ്ഞു. തീപിടുത്തത്തിൽ മരിച്ച വെൽഡിംഗ് തൊഴിലാളി പാലക്കാട് സ്വദേശി നിബിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. കോഴിക്കുന്ന് സ്വദേശികളായ സഹോദരങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഓട്ടോനിറ്റി എന്ന സ്ഥാപനമാണ് കത്തിനശിച്ചത്. സ്ഥാപനത്തിലെ തീ പൂർണ്ണമായും കെടുത്തിയത് ബുധനാഴ്ച രാവിലെ 11 മണിയോടെയാണ്. കോടികളുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. വെൽഡിംഗ് ജോലികൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് തീപിടുത്തമുണ്ടായത്. തീപിടുത്തമുണ്ടായപ്പോൾ 4 തൊഴിലാളികൾ ഓടി രക്ഷപ്പെട്ടു. ശുചിമുറിയിൽ പോയ നിബിൻ അഗ്നിബാധയിൽ കുടുങ്ങുകയായിരുന്നു. പാവറട്ടി പഞ്ചായത്തിൽ 1-ാം വാർഡിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായ ഷജിന സന്തോഷ് നാമനിർദ്ദേശ പത്രിക നൽകി. പഞ്ചായത്ത് സെക്രട്ടറി ഷിബുദാസ് കൊമേരി പത്രിക സ്വീകരിച്ചു. DCC സെക്രട്ടറി V വേണുഗോപാൽ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആന്റോ ലിജോ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല സേതുമാധവൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. മുൻ മെമ്പർ സിന്ധു അനിൽകുമാറിനെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യയാക്കിയതിനാലാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. കർഷകർക്ക് നെല്ലിന്റെ വില നൽകാത്തതിൽ പ്രതിഷേധിച്ച് അന്തിക്കാട് കോൾപ്പടവ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ അയ്യന്തോൾ പാടി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. അന്തിക്കാട് പാടശേഖരത്തിലെ 2000-ഓളം വരുന്ന നെൽ കർഷകർക്ക് നെല്ലിന്റെ വില 2 മാസമായി നൽകാതെ കർഷകരെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് നടത്തിയത്. തുടർന്ന് നടന്ന ധർണ RMP സംസ്ഥാന പ്രസിഡന്റ് TN സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. കോൾപ്പടവ് സംരക്ഷണ സമിതി വൈസ് പ്രസിഡന്റ് AG ധനപാലൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സക്കീർ ഹുസൈൻ പതിപ്പറമ്പത്ത്, ഭാരവാഹികളായ TB രതീഷ്, തെക്കേപ്പടി, ബിന്ദു സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്ന പാവറട്ടി സെന്റ് തോമസ് വ്യാപാര കെട്ടിട സമുച്ചയത്തിലെ വ്യാപാരികൾ നിയമ നടപടികളുമായി മുന്നോട്ടു പോകും. നിലവിലെ 130 കടകളിൽ നിരവധി തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നത്. ഈ വ്യാപാര സ്ഥാപനങ്ങൾ 1 മാസത്തിനുള്ളിൽ ഒഴിഞ്ഞു തരണമെന്ന് കാണിച്ച് വ്യാപാരികൾക്ക് വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. കെട്ടിടത്തിന്റെ ഉടമയ്ക്ക് ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനം നിർമ്മിക്കാനാണെന്നാണ് നോട്ടീസിൽ പരാമർശിച്ചിട്ടുള്ളത്. എന്നാൽ വിദ്യാഭ്യാസ സ്ഥാപനം നിർമ്മിക്കാനാണെന്ന വ്യാജേന സ്ഥലം വിൽപ്പന നടത്തുവാനും നിലവിലെ വ്യാപാര സ്ഥാപനങ്ങൾ ഒഴിപ്പിക്കുവാനുമാണ് ശ്രമിക്കുന്നതെന്ന് വ്യാപാരി നേതാക്കൾ ആരോപിച്ചു. അടുത്ത ആഴ്ച നടക്കുന്ന അനുരഞ്ജന ചർച്ചയിൽ തീരുമാനമായില്ലെങ്കിൽ കെട്ടിട ഉടമയ്ക്കെതിരെ നിയമ നടപടികളെടുക്കുകയും പ്രത്യക്ഷ സമരം നടത്തുകയും ചെയ്യുമെന്ന് വ്യാപാരികൾ പറഞ്ഞു. AM വിൻസെന്റ്, AJ വർഗീസ്, ബാബു ആന്റണി എന്നിവർ പാവറട്ടിയിൽ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
പാവറട്ടി സെന്റ് തോമസ് ഷോപ്പിംഗ് കോംപ്ലക്സിലെ വ്യാപാര സ്ഥാപനങ്ങൾ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യാപാരികളുടെ ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് കെട്ടിട ഉടമയായ ആശ്രമ ദേവാലയം അധികൃതർ വ്യക്തമാക്കി. ന്യായമായ വാടക ലഭിക്കാത്തതിനാലാണ് കെട്ടിടമൊഴിയാൻ നോട്ടീസ് നൽകിയതെന്നാണ് കെട്ടിട ഉടമകളുടെ വിശദീകരണം. വളരെ തുച്ഛമായ വാടകയാണ് വ്യാപാരികൾ നൽകുന്നതെന്നും 1 സ്ക്വയർ ഫീറ്റിന് 60 രൂപ വാടക വേണമെന്നുമാണ് കെട്ടിട ഉടമയുടെ ആവശ്യം. ഇതിനായി നിലവിലെ വാടക 3 ഇരട്ടി വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഇതിന് കെട്ടിടത്തിലെ വ്യാപാരികൾ സമ്മതിക്കുന്നില്ലെന്നും ചർച്ചയ്ക്ക് വ്യാപാരികൾ സഹകരിച്ചില്ലെന്നും ആശ്രമാധികൃതർ പറയുന്നു. ചേരിപ്പോര് രൂക്ഷമായ ചാലക്കുടി നഗരസഭ ഭരണസമിതിയെ ആധാരമാക്കി പോസ്റ്റർ യുദ്ധം. ചാലക്കുടി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് വി.ഒ. പൈലപ്പനെ മർദ്ദിച്ചവരെ അറസ്റ്റ് ചെയ്യുക, കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നഗരസഭാ ചെയർമാൻ നീതി പാലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പോസ്റ്ററിൽ എഴുതിയിട്ടുള്ളത്. നഗരസഭാ കാര്യാലയത്തിന്റെ മുൻഭാഗത്തെ ബസ് ഷെൽട്ടറിൽ സേവ് കോൺഗ്രസ് ഫോറത്തിന്റെ പേരിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. നിലവിലെ കൌൺസിലറും നഗരസഭാ ചെയർമാനുമായ പൈലപ്പനെ ഭൂമി കച്ചവടത്തിലെ ഇടനിലക്കാരായി 2 പേർ ചേർന്ന് കയ്യേറ്റം ചെയ്തുവെന്ന് വ്യാപക പ്രചരണമുണ്ടായിരുന്നു. ഇതിന്റെ പിന്നാലെയാണ് പൈലപ്പന്റെ എതിർചേരിയിലെ പ്രമുഖരായ ചെയർമാൻ എബി ജോർജിനെയും ഉൾപ്പെടുത്തി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. CPM ആണ് പോസ്റ്റർ പ്രചരണത്തിന് പിന്നിലെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. കേരള പൊതുജനാരോഗ്യ നിയമപ്രകാരം പുല്ലൂർ സ്വദേശിക്ക് 2000 രൂപ പിഴ വിധിച്ച് ഇരിങ്ങാലക്കുട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. സംസ്ഥാനത്ത് ആദ്യമായാണ് കേരള പൊതുജനാരോഗ്യ നിയമം 2023 പ്രകാരം ശിക്ഷ വിധിക്കുന്നത്. ആനന്ദപുരം സാമൂഹികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് സൂപ്പർവൈസർ KP ജോബി പുല്ലൂർ സ്വദേശിയായ കോക്കാട്ടുവീട്ടിൽ ആന്റുവിനെതിരെ എടുത്ത കേസിലാണ് വിധി. ഇരിങ്ങാലക്കുട പ്രദേശത്ത് ഡെങ്കിപ്പനി പടരുന്ന സാഹചര്യത്തിൽ പരിസര ശുചിത്വം പാലിക്കാതെ കൊതുക് കൂത്താടികൾ വളരുന്ന സാഹചര്യം സൃഷ്ടിച്ചതിനാണ് ആന്റുവിനെതിരെ കേസെടുത്തത്. CITU ചേലക്കര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കര പോസ്റ്റ് ഓഫീസിന് മുൻപിൽ ധർണയും പ്രകടനവും സംഘടിപ്പിച്ചു. CITU സംസ്ഥാന കമ്മിറ്റി അംഗം ഷീല അലക്സ് ധർണ ഉദ്ഘാടനം ചെയ്തു. ഏരിയ വൈസ് പ്രസിഡന്റ് A. ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ VA ശശിധരൻ, EN വാസുദേവൻ, PK ഉണ്ണികൃഷ്ണൻ, വിമൽ, OS സജി എന്നിവർ സംസാരിച്ചു. സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിട്ട NDA സർക്കാരിന് 2 വർഷം മുൻപ് നഷ്ടപ്പെട്ട സ്വർണ്ണമാല ഉടമസ്ഥന് തിരികെ നൽകി തൊഴിലുറപ്പ് തൊഴിലാളികൾ. പറമ്പിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മാല ലഭിച്ചത്. പടിയൂർ സ്വദേശിയായ ആലുക്കപ്പറമ്പിൽ ശശിയുടെ ചെറുമകന്റെ 2 വർഷം മുൻപ് നഷ്ടപ്പെട്ട 1 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയാണ് പടിയൂർ പഞ്ചായത്തിലെ 11ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ലഭിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് ലിജി ലതീഷിന്റെ സാന്നിധ്യത്തിൽ സ്വർണ്ണമാല ഉടമസ്ഥന് കൈമാറി. മണ്ണമ്പേട്ട കരുവാപ്പടിയിൽ സ്വകാര്യ ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് പരിക്ക്. മണ്ണമ്പേട്ട സ്വദേശി സണ്ണിക്കാണ് പരിക്കേറ്റത്. തൃശൂർ വെള്ളിക്കുളങ്ങര റൂട്ടിലോടുന്ന ക്രിസ്റ്റ ബസ്സും വരന്തരപ്പള്ളി ഭാഗത്തു നിന്ന് വരികയായിരുന്ന ഓട്ടോയുമാണ് അപകടത്തിൽപ്പെട്ടത്. ഓട്ടോറിക്ഷയിൽ യാത്രക്കാർ ഉണ്ടായിരുന്നില്ല. പരിക്കേറ്റ ഓട്ടോ ഡ്രൈവറെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മണലൂർ പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്നുള്ള മഹാത്മാ റോഡിൽ ടൈൽ വിരിച്ച റോഡിലെ വഴുക്കൽ മൂലം യാത്രക്കാർ ദുരിതത്തിൽ. വെള്ളം ഒഴുകി പോകുവാനുള്ള സൗകര്യമില്ലാതെ റോഡ് മുഴുവൻ ടൈൽ വിരിച്ചതാണ് അപകടക്കണിയായി മാറുന്നത്. മഴ പെയ്താൽ വെള്ളം റോഡിൽ നിന്ന് കൃത്യമായി ഒഴുകിപ്പോകുന്നില്ല. ടൈൽ വിരിച്ചതിന്റെ അടിയിലും വെള്ളമാണ്. വെള്ളം കെട്ടിനിൽക്കുന്നത് മൂലം പായൽ നിറഞ്ഞ് വഴുക്കുന്നത് മൂലം ഉപയോഗശൂന്യമായി കിടക്കുകയാണ് റോഡ്. പ്രദേശത്തെ നിരവധി വീട്ടുകാരാണ് ഇതുമൂലം ദുരിതത്തിലായിരിക്കുന്നത്. വിദ്യാർത്ഥികളടക്കം ഏറെ പണിപ്പെട്ടാണ് ഇതിലൂടെ പോകുന്നത്. നിർമ്മാണ സമയത്ത് തന്നെ റോഡിന്റെ അശാസ്ത്രീയത പഞ്ചായത്ത് ത്തെയും കരാറുകാരനെയും ബോധ്യപ്പെടുത്തിയിരുന്നതായും നാട്ടുകാർ പറഞ്ഞു. പേര് ഈ റോഡിന് ഈ വാർഡിൽ വന്ന് അവസാനിപ്പിക്കുകയാണ്. ഇവന് അതിനടിക്കൂട്ട് ഒരു കനാൽ പോകുന്നുണ്ട്. ഈ ഭാഗത്ത് വന്ന് ഈ വെള്ളം മുഴുവൻ ഈ കനാലിലേക്കാണ് വീഴുന്നത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ സ്ലിപ്പിംഗ് ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് എന്തെങ്കിലും ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റുള്ളൂ, എത്രയും പെട്ടെന്ന്. വെറ്റിലപ്പാറ ഏഴാറ്റുമുഖം റോഡിൽ ആനയെ കണ്ട് ബൈക്ക് യാത്രക്കാർ ഭയന്നോടി. വെറ്റിലപ്പാറയിൽ നിന്ന് അങ്കമാലിയിലേക്ക് പോയ ബൈക്ക് യാത്രികരുടെ മുന്നിലാണ് കൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതി പ്രത്യക്ഷപ്പെട്ടത്. അടുത്തേക്ക് ആന വരുന്നത് കണ്ട ഇവർ ബൈക്ക് സ്റ്റാൻഡിൽ നിർത്തി തിരിഞ്ഞോടുകയായിരുന്നു. ബൈക്കിന്റെ അടുത്തെത്തി കുറച്ചുനേരം നിന്ന ആന പിന്നീട് കാട്ടിലേക്ക് പോയി. ഗജരാജൻ ശങ്കരംകുളങ്ങര മണികണ്ഠന്റെ 1ാം ഓർമ്മദിനത്തിൽ പാവപ്പെട്ടവർക്ക് അന്നദാനം നൽകി തൃശൂർ ശങ്കരയ്യ റോഡിലെ ശിവാശ്രമം.
മണികണ്ഠന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷമാണ് അന്നദാനം നടന്നത്. ശിവാശ്രമം മഠാധിപതി സ്വാമി ആദിത്യ സ്വരൂപാനന്ദപുരി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്വാമി രുദ്ര സ്വരൂപാനന്ദ, ശങ്കരകുളങ്ങര ദേവസ്വം പ്രസിഡന്റ് പ്രസാദ്, സ്വാമി പ്രണവാനന്ദ എന്നിവർ സന്നിഹിതരായിരുന്നു. ഇടവിലങ്ങ് കാര തട്ടുംകടവിൽ കടലിൽ ഡബിൾ നെറ്റ് ഉപയോഗിച്ചുള്ള പെയർ ട്രോളിംഗ് നടത്തിയ മത്സ്യബന്ധന യാനങ്ങൾ സംയുക്ത പട്രോളിംഗ് സംഘം പിടികൂടി. കേരള മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം നിരോധിത മത്സ്യബന്ധനം നടത്തിയ 2 വഞ്ചികൾ ഫിഷറീസ് വകുപ്പ് കണ്ടുകെട്ടി. അഴീക്കോട് കോസ്റ്റൽ പോലീസ്, ഫിഷറീസ് സ്റ്റേഷൻ, മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് എന്നിവയുടെ സംയുക്ത പട്രോളിംഗിലാണ് പരമ്പരാഗത വള്ളക്കാർ എന്ന വ്യാജേന പെയർ ട്രോളിംഗിലൂടെ അടിയൂറ്റൽ നടത്തിയ കയ്പമംഗലം ബീച്ച് സ്വദേശികളായ കൈതവളപ്പിൽ ധനീഷ്, കോഴിപ്പറമ്പിൽ രമേശ് എന്നിവരുടെ ഉടമസ്ഥയിലുള്ള വള്ളങ്ങൾ പിടിച്ചെടുത്തത്. മഴ തുടരുന്നതിനിടെ ജലനിരപ്പ് ഉയർന്നതോടെ സന്ദർശകരെ കാത്ത് സുന്ദരിയായി ഒരുങ്ങി നിൽക്കുകയാണ് ചാത്തഞ്ചിറ ഡാം. ഡാം നിറഞ്ഞതോടെ സമീപ പ്രദേശങ്ങളിലെ ഒട്ടേറെ കുടുംബങ്ങളാണ് ദിവസവും ഇവിടേക്കെത്തുന്നത്. വടക്കാഞ്ചേരി നഗരസഭയുടെ ആദ്യ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ RIDF നബാർഡ് സഹായത്തോടെ 1,22 ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങൾ നടത്തിയാണ് നാശോന്മുഖമായി കിടന്നിരുന്ന ഡാം പുനരുദ്ധാരണം നടത്തിയത്. ഇതിലൂടെ 75,000 ക്യൂബിക് മീറ്റർ ജലം സംഭരിക്കാനായി. ഡാമിന്റെ മുൻവശത്തെ 60 സെന്റോളം സ്ഥലം ഉദ്യാന നിർമ്മാണത്തിന് അനുയോജ്യമാക്കി. സമീപത്തെ സ്വകാര്യ വ്യക്തികളും കർഷകരുമായി ചർച്ച ചെയ്ത് ഡാമിന്റെ സമീപത്തെ ആദ്യ 300 മീറ്ററിൽ 4 മീറ്ററും പിന്നീടുള്ള 500 മീറ്ററിൽ 3.5 മീറ്ററും കർഷകർ സ്വമേധയാ വിട്ടു നൽകി. ഡാമിൽ നിന്നുള്ള സ്വാഭാവിക നീർച്ചാലിനെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി വടക്കാഞ്ചേരി പുഴയുമായി ബന്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ബാക്കിയാണ്. കൂടാതെ ടൂറിസം പദ്ധതികളിൽ ഏർപ്പെടുത്തി ഡാം സന്ദർശകരുടെ ഇഷ്ടമിടമാക്കണമെന്നാണ് മറ്റൊരാവശ്യം. കടുത്ത വേനലിൽ പ്രദേശങ്ങളിലെ ജലക്ഷാമം പരിഹരിക്കുന്നതിനായി താൽക്കാലികമായി ഡാമിലെ ജലം കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് അനുയോജ്യമാക്കണമെന്നാണ് മറ്റൊരു ആവശ്യം. TCV വടക്കാഞ്ചേരി. വരന്തരപ്പള്ളി വേലുപ്പാടത്ത് പേവിഷബാധയേറ്റ ലക്ഷണങ്ങളോടെ അലയുന്ന തെരുവുനായ ഭീതി പരത്തുന്നു. ബുധനാഴ്ച വൈകിട്ടോടെയാണ് നായയെ നാട്ടുകാർ കണ്ടത്. വായിൽ നിന്ന് പതയും നുരയും വന്ന നിലയിലാണ് നായ. വേലുപ്പാടം മഠം സ്കൂൾ പരിസരത്ത് കണ്ട നായ പ്രധാന റോഡിലൂടെ പാഞ്ഞു നടക്കുകയാണ്. നായയുടെ ദേഹത്ത് മുറിവേറ്റ പാടുകളുണ്ട്. വ്യാഴാഴ്ച ഡോഗ് സ്ക്വാഡ് എത്തി നായയെ പിടികൂടുമെന്ന് വാർഡ് മെമ്പർ കലാപ്രിയ സുരേഷ് അറിയിച്ചു. സംസ്ഥാനത്ത് വലതുപക്ഷ മൂല്യബോധം വളർത്തുവാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നുവരികയാണെന്ന് തൃശൂരിലെ BJP വിജയം ഇതിന്റെ ഫലമാണെന്നും ഓൾ ഇന്ത്യ അഗ്രികൾച്ചറൽ വർക്കേഴ്സ് യൂണിയൻ അഖിലേന്ത്യാ പ്രസിഡന്റ് A. വിജയരാഘവൻ അഭിപ്രായപ്പെട്ടു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ സമ്മേളനം നെല്ലായി കൊളത്തൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം ജാതിബോധത്തിലേക്ക് പിന്നടക്കുന്നത് ഗൗരവപൂർവ്വം കാണേണ്ട വിഷയമാണ്. ഇടതുപക്ഷം ന്യൂനപക്ഷ വർഗീയ പ്രീണനം നടത്തുകയാണെന്ന് ആരോപിക്കുന്നത് തീവ്ര വർഗീയതയുള്ളവരാണ്. ജാത്യാധിപനം വർദ്ധിപ്പിക്കുവാനാണ് ഇവരുടെ ശ്രമം. ദേശീയ തലത്തിൽ കാർഷിക തൊഴിലാളി മേഖല തകർച്ചയിലാണെന്നും A. വിജയരാഘവൻ പറഞ്ഞു. KSKTU ജില്ലാ പ്രസിഡന്റ് MK പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് NR ബാലൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി N ചന്ദ്രൻ, ഓൾ ഇന്ത്യ അഗ്രികൾച്ചറൽ വർക്കേഴ്സ് യൂണിയൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് K. കോമളകുമാരി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് R. ചിന്നക്കുട്ടൻ, ജില്ലാ സെക്രട്ടറി TK വാസു, സംഘാടക സമിതി ചെയർമാൻ PK ശിവരാമൻ, കൺവീനർ KJ ഡിക്സൺ എന്നിവർ സംസാരിച്ചു. കടപ്പുറം വില്ലേജ് ഓഫീസർ അവധിയിൽ പോയിട്ട് ആഴ്ചകൾ പിന്നിട്ടിട്ടും നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് ലീഗ് വില്ലേജ് ഓഫീസ് ഉപരോധിച്ചു. യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി നൌഷാദ് തെരുവത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് PA അഷ്കർ അലി അധ്യക്ഷത വഹിച്ചു. യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് TR ഇബ്രാഹിം, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി VM മനാഫ് തുടങ്ങിയവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി. ചാവക്കാട് തഹസിൽദാർ കിഷോർ സ്ഥലത്തെത്തി സമരക്കാരുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സമരം അവസാനിപ്പിച്ചത്. ഓഫീസർ 2 ആഴ്ചയായിട്ട് ലീവിലാണ്. ഈ പ്രദേശത്ത് അതിനുശേഷം ശക്തമായ കടൽക്ഷോഭമുണ്ടായിട്ട് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച് കടപ്പുറത്തെ ജനങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഒരു വില്ലേജ് ഓഫീസർ ലീവ് എടുത്തിട്ട് ആ ലീവ് ക്യാൻസലാക്കി തിരിച്ചു കൊണ്ടുവരാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല. വില്ലേജ് ഓഫീസർ ചാർജ് കൊടുത്തിട്ടുള്ള വ്യക്തി പോലും ഇന്നില്ലാത്ത അവസ്ഥയാണ്. വിദ്യാർത്ഥികളുടെ അതുപോലെ തന്നെ പലരുടെയും സർട്ടിഫിക്കറ്റുകൾ എല്ലാം തടസ്സം നിന്നുകൊണ്ടിരിക്കുകയാണ്. കാലതാമസം നേരിടുകയാണ്. ചേറ്റുവ പാലം അവഗണനയിൽ
പാലത്തിലെ അപകട സാധ്യത ചൂണ്ടിക്കാണിച്ചിട്ടും കണ്ടില്ലെന്ന് നടിച്ച് അധികൃതർ. ചേറ്റുവ പാലത്തിലെ വഴിവിളക്കുകൾ മിഴിയടച്ചിട്ട് മാസങ്ങളായി. പാലത്തിലെ 2 നടപ്പാതയിലും സ്ലാബുകൾ തകർന്ന നിലയിലാണ്. ദേശീയപാത 66 ഏങ്ങണ്ടിയൂരിലെയും ഒരുമനയൂരിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന പാലമാണ് ഇത്. പാലത്തിലെ വൈദ്യുതി വിളക്കുകൾ അടിയന്തരമായി പ്രകാശിപ്പിക്കണമെന്നും തകർന്ന സ്ലാബുകൾ ഉടൻ മാറ്റി സ്ഥാപിക്കണമെന്നും സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫ് കെട്ടുമ്മൽ ആവശ്യപ്പെട്ടു. അന്തരിച്ച ജില്ലയിലെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ എ. പത്മനാഭന്റെ മൃതദേഹം വടക്കാഞ്ചേരി CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചു. CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, MP K രാധാകൃഷ്ണൻ, MLA-മാരായ AC മൊയ്തീൻ, സേവ്യർ ചിറ്റപ്പള്ളി, മുൻ MP S അജയകുമാർ തുടങ്ങിയവർ ഉൾപ്പെടെ നിരവധി നേതാക്കൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ച് ആശുപത്രിക്ക് മുൻപിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് രാജു തളിയപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ, വൈസ് പ്രസിഡന്റ് ഷാജു കാളിയങ്കര, KJ ജോജു, ഷൈനി ജോജു തുടങ്ങിയവർ സംസാരിച്ചു. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ട്രോമ കെയർ യൂണിറ്റ് നടപ്പിലാക്കുക, സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. വളരെ കാലങ്ങൾക്ക് മുൻപ് വടക്കാഞ്ചേരി നഗരസഭയിലെ അഴിമതിക്കെതിരെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിന് മുൻപിൽ പ്രതിഷേധ സമരം നടത്തി. 4 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിൽ പുറത്തുവന്ന 6 കോടിയുടെ അഴിമതിയിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. DCC ജനറൽ സെക്രട്ടറി NR സതീശൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് PG ജയദീപ് അധ്യക്ഷത വഹിച്ചു. SAA ആസാദ്, PN വൈശാഖ്, ബുഷ്ര റഷീദ്, ജയൻ മംഗലം, ഫിലിപ്പ് ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലുള്ള മത്സ്യ കർഷക അവാർഡുകൾ പ്രസിഡന്റ് രേഖ ഷാൻഡി ജോസഫ് വിതരണം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോമോൻ അധ്യക്ഷനായി. അന്നമനട പഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ്, ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ്, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ജോസ് മാഞ്ഞൂരാൻ, സന്ധ്യ നൈസൻ, OC രവി, PA ഗീത തുടങ്ങിയവർ സംസാരിച്ചു. ഒട്ടനവധി പ്രോത്സാഹനങ്ങൾ കർഷകരെ സംബന്ധിച്ച് എന്നും അവന് വൃക്കരോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന 55-കാരിയായ വീട്ടമ്മ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ഉദാരമതികളുടെ സഹായം തേടുന്നു. അയ്യന്തോൾ വാഴപ്പുരയ്ക്കൽ വീട്ടിൽ ഗീതയാണ് 2 വർഷത്തോളമായി വൃക്കരോഗം ബാധിച്ച് തൃശൂർ ദയ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. ഒന്നിടവിട്ട ദിവസങ്ങളിലെ ഡയാലിസിസ് 14 മാസമായി തുടരുകയാണ്. നിലവിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. വൃക്ക ദാനം ചെയ്യാൻ ഭർത്താവ് ശ്രീനിവാസൻ തയ്യാറുമായി. എന്നാൽ ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സകൾക്കുമായി 15 ലക്ഷത്തിൽ പരം രൂപ വേണ്ടിവരും എന്നത് ഈ നിർധന കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ്. ശസ്ത്രക്രിയയ്ക്കായി ഈ മാസം 19 മുൻപായി ആശുപത്രിയിൽ അഡ്മിറ്റ് ആകേണ്ടതുണ്ട്. വർഷങ്ങൾക്ക് മുൻപുണ്ടായ മസ്തിഷ്കാഘാതം മൂലം പെയിന്റിംഗ് തൊഴിലാളിയായിരുന്ന ശ്രീനിവാസന് വലിയ ജോലികൾ ചെയ്യാൻ പറ്റാതായതോടെ നിലവിൽ ലോട്ടറി വിൽപ്പന നടത്തുകയാണ്. ഗീത ലാബ് ടെക്നീഷ്യൻ ആണെങ്കിലും രോഗം കാരണം ജോലി തുടരാൻ കഴിയാത്ത സാഹചര്യവും. ഇതുമൂലം 2 പെൺമക്കളടങ്ങുന്ന കുടുംബം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ സാഹചര്യത്തിലാണ് ചികിത്സയ്ക്കായി കുടുംബം കാരുണ്യമതികളുടെ സഹായം അഭ്യർത്ഥിക്കുന്നത്. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ തൃശൂർ നോർത്ത് ബ്രാഞ്ചിലെ 03-75-00-00-5767 എന്ന അക്കൗണ്ടിലേക്ക് ധനസഹായങ്ങൾ അയക്കാവുന്നതാണ്. കയ്പമംഗലം 3 വെടികയിൽ റോഡരികിൽ നിന്നും കഞ്ചാവ് ചെടി കണ്ടെടുത്തു. കൊടുങ്ങല്ലൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ V ബാലസുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിലുള്ള സംഘം 90 സെന്റിമീറ്റർ ഉയരമുള്ള കഞ്ചാവ് ചെടി കണ്ടെടുത്തത്. കഴിഞ്ഞ ദിവസം പടിഞ്ഞാറെ വെമ്പലൂരിൽ 2 നിന്നായി കഞ്ചാവ് ചെടി കണ്ടെടുത്തിരുന്നു.
സ്പന്ദനം വടക്കാഞ്ചേരിയുടെ ആഭിമുഖ്യത്തിൽ 5 ദിവസങ്ങളിലായി ഭരതൻ നഗറിൽ നടന്നുവന്നിരുന്ന 10ാമത് രാജ്യാന്തര ചലച്ചിത്രോത്സവം സമാപിച്ചു. സമാപന സമ്മേളനം ചലച്ചിത്ര സംവിധായകൻ മാധവ് രാംദാസ് ഉദ്ഘാടനം ചെയ്തു. സ്പന്ദനം വടക്കാഞ്ചേരി സെക്രട്ടറി സുഭാഷ് പുഴയ്ക്കൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി.ഡി. പ്രേംപ്രസാദ്, പ്രഭാഷകനായ ശിവപ്രസാദ്, നഗരസഭാ ചെയർമാൻ പി.എൻ. സുരേന്ദ്രൻ, ഫെസ്റ്റിവൽ ജൂറി ചെയർമാൻ ടി. വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. ചലച്ചിത്രോത്സവത്തോടനുബന്ധിച്ച് നടത്തിയ ഹ്രസ്വചിത്ര മത്സരത്തിൽ സമ്മാനാർഹരായ രജനി ഗണേഷ്, ഡോക്ടർ നസീം നംസാദ്, ഷെറീന സജു, ഛായാഗ്രാഹകൻ പി.എസ്. മണികണ്ഠൻ എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു. മീഡിയത്തിനെ കമേഴ്ഷ്യലായിട്ട് മാത്രം ഫിഷറീസ് വകുപ്പ് ചേറ്റുവ മത്സ്യഭവന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ദേശീയ മത്സ്യകർഷക ദിനാചരണത്തിന്റെ ഭാഗമായി മത്സ്യകർഷക സംഗമവും മത്സ്യകർഷക അവാർഡ് വിതരണവും നടത്തി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷയായി. ചേറ്റുവ മത്സ്യഭവൻ എക്സ്റ്റൻഷൻ ഓഫീസർ AU ശ്രുതിമോൾ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ്, ജനപ്രതിനിധികളായ സീനത്ത് മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു. മണലൂർ പൂവശ്ശേരി പാലത്തിന്റെ സംരക്ഷണ ഭിത്തി തകർന്ന് പാലത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞ് തോട്ടിലേക്ക് പതിച്ചു. ഇതോടനുബന്ധിച്ചുള്ള റോഡിൽ വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. മണലൂർ പഞ്ചായത്തിലെ 18, 11 വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന പാലമാണിത്. സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് ഈ വഴി കടന്നുപോകുന്നത്. പാലത്തിന്റെ അരികുകൾ അടിയന്തരമായി ബലപ്പെടുത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പൂവശ്ശേരി പാലം എന്ന ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിധിയിൽപ്പെടുന്ന പാലം, അതിൻ്റെ സംരക്ഷണ ഭിത്തി തകർന്നിട്ട് കുറച്ച് നാളായി. ആ സംരക്ഷണ ഭിത്തി വടക്ക് വശം ഇടിഞ്ഞ് തോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാളിതുവരെയായിട്ടും അധികൃതരെ ശ്രദ്ധയിൽ ഈ കാര്യം പെട്ടിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. വലിയ വാഹനങ്ങൾ അധികമായിട്ട് സഞ്ചരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ആ വാഹനങ്ങൾ അപകടപ്പെടാനുള്ള സാധ്യത കൂടിയുണ്ട്. കർഷകരിൽ നിന്നും സംഭരിച്ച നെല്ലിന്റെ വില 4 മാസം കഴിഞ്ഞിട്ടും വിതരണം ചെയ്യാത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അന്തിക്കാട് കൃഷിഭവൻ ഓഫീസിന്റെ മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. ജില്ലാ കോൾ കർഷക സംഘം പ്രസിഡന്റ് കെ കൊച്ചു മുഹമ്മദ് ധർണ ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് സുധീർ പാടൂർ അധ്യക്ഷത വഹിച്ചു. കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MP സജീവ്, KB രാജീവ്, VK മോഹനൻ, E രമേശൻ, ഷൈൻ പള്ളിപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. പാന്തോട് സെന്ററിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. മണലൂർ പഞ്ചായത്തിലെ 6ാം വാർഡിനെയും അന്തിക്കാട് പഞ്ചായത്തിലെ 4ാം വാർഡിനെയും ബന്ധിപ്പിച്ച് കടന്നുപോകുന്ന പാന്തോട് കോൾ റോഡിനോട് ചേർന്ന് കാഞ്ഞാണി പെരിങ്ങോട്ടുകര റോഡിലാണ് അപകടങ്ങൾ പതിവാകുന്നത്. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ മതിൽ പാന്തോട് കോൾ റോഡിൽ നിന്നും കാഞ്ഞാണി പെരിങ്ങോട്ടുകര റോഡിലേക്ക് വാഹനവുമായി പ്രവേശിക്കുന്നവരുടെ കാഴ്ച മറയ്ക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് അപകടങ്ങൾക്കിടയാക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു. ഇത് സംബന്ധിച്ച് മണലൂർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. കാഞ്ഞാണിയിൽ നിന്ന് പെരുങ്ങോട്ടൂർക്ക് വേണ റോഡ് പാന്തോട് ജംഗ്ഷൻ, അവിടെ നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞോടത്ത് മതിൽ പണിതിട്ടുണ്ട് ഒരു സ്വകാര്യ വ്യക്തി. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിഴക്കുന്ന വരുന്ന വാഹനങ്ങൾ ഈ മെയിൻ റോഡിലേക്ക് വരുമ്പോൾ അത് കാണാൻ തീരെ സാധിക്കുന്നില്ല. അതുപോലെ ഒരുപാട് അപകടങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. കിടക്കുന്ന വരുന്ന വാഹനങ്ങൾ വണ്ടിയുടെ ഫ്രണ്ടിൽ ഡ്രൈവർ കയറി നിന്ന് നോക്കിയാലേ കാണുള്ളൂ. അപ്പോൾ അത് അടിയന്തരമായിട്ട് അതൊരു ബൽമോത്ത് നിർമ്മിച്ച് അത് ഒന്ന് ഇറക്കി കെട്ടാൻ വേണ്ട ഒരു നടപടി പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. താന്യം കുടുംബശ്രീ മോഡൽ CDSന്റെ ഞാറ്റുവേല ചന്ത പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ സുജിത നിരേഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OS അഷ്റഫ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജോ പുലിക്കോട്ടിൽ, ജനപ്രതിനിധികളായ TB മായ, CL ജോയ്, ആന്റോ തുറയൻ തുടങ്ങിയവർ സംസാരിച്ചു. സമസ്ത കേന്ദ്ര മുഷാവറ അംഗവും തൃശൂർ ജില്ലാ ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റുമായിരുന്ന SMK തങ്ങളുടെ 6ാമത് ആണ്ട് ദിനത്തോടനുബന്ധിച്ച് അനുസ്മരണവും ദുആ മജ്ലിസും സംഘടിപ്പിച്ചു. ചാമക്കാല നഹ്ജുറാഷാദ് അറബിക് കോളേജിൽ നടന്ന അനുസ്മരണ സമ്മേളനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് CK അബൂബക്കർ ഫൈസി ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് MK മുജീബ് റഹ്മാൻ ദാരിമി അധ്യക്ഷത വഹിച്ചു. SKSSF സംസ്ഥാന ഉപാധ്യക്ഷൻ അൻവർ മുഹിയുദ്ദീൻ ഹുദവി, ഖബർ സിയാറത്തിന് മഹല്ല് ഖത്തീബ് ഷുഐബ് ഹുദവി വല്ലപ്പുഴ നേതൃത്വം നൽകി.
ചാലക്കുടി ലയൺസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികൾ വെള്ളിയാഴ്ച ചുമതലയേൽക്കും. ഇതോടനുബന്ധിച്ച് ക്ലബ് ആവിഷ്കരിക്കുന്ന സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ യോഗത്തിൽ പ്രഖ്യാപിക്കും. പ്രസിഡന്റ് ജോണി കാവുങ്ങൽ, സെക്രട്ടറി VS സന്ദീപ്, ട്രഷറർ ഈപ്പൻ തോമസ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചേലക്കരയിൽ വിദ്യാർത്ഥിനിയുടെ ബാഗിൽ മലമ്പാമ്പ്. തിങ്കളാഴ്ചയാണ് സംഭവം നടന്നത്. ചേലക്കര LF ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയായ പഴയന്നൂർ സ്വദേശിനിയുടെ ബാഗിനുള്ളിലാണ് മലമ്പാമ്പ് കടന്നുകൂടിയത്. സ്കൂളിലെത്തിയ ശേഷം ക്ലാസ് ആരംഭിച്ച ആദ്യ പീരീഡിൽ ബാഗ് തുറന്ന് പഠനോപകരണം എടുക്കുന്നതിനിടയിലാണ് കൈയിൽ പാമ്പ് തട്ടിയത്. ഉടൻ തന്നെ കുട്ടി കൈവലിക്കുകയും നോക്കിയപ്പോൾ പാമ്പിനെ കാണുകയും തുടർന്ന് സഹപാഠി ബാഗിന്റെ സിബ് അടയ്ക്കുകയും ചെയ്തു. സംയോജിതമായ ഇടപെടൽ നടത്തിയതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. മഴക്കാലമായതോടെ എല്ലാ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ജാഗ്രത പാലിക്കണമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ജ്യോതി മരിയ പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണ വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6690 രൂപ, പവന് 53,520 രൂപ, വെള്ളി ഗ്രാമിന് 98 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3664 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. തൃശൂരിലും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. പാടൂർ സ്വദേശിയായ 7ാം ക്ലാസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ. മണ്ണുത്തി പാലക്കാട് ദേശീയപാത വാണിയമ്പാറയിൽ അടിപ്പാത നിർമ്മാണം തുടങ്ങി. അടിപ്പാത നിർമ്മാണം നടക്കുന്ന മുടിക്കോട് സർവീസ് റോഡിൽ ഗതാഗതക്കുരുക്ക് പതിവാകുന്നു. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള താൽക്കാലിക പ്രവേശന റോഡ് യാത്രക്കാർക്ക് ദുരിതമാകുന്നു. ഗുരുവായൂർ നഗരസഭയുടെ റോഡാണ് പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായത്. സർക്കാർ നടപ്പിലാക്കിയ സ്മാർട്ട് റേഷൻ കാർഡ് സ്വീകരിക്കാതെ സർക്കാർ ആശുപത്രി ജീവനക്കാർ. കാർഡ് സ്കാൻ ചെയ്യാനുള്ള സംവിധാനമില്ലെന്ന് ജീവനക്കാരുടെ വിശദീകരണം. മണത്തലയിൽ പട്ടാപ്പകൽ മുഖംമൂടി ധരിച്ചെത്തിയ ആൾ വീട്ടമ്മയുടെ ദേഹത്തേക്ക് മുളകുപൊടി എറിഞ്ഞ ആഭരണങ്ങൾ കവരാൻ ശ്രമം. വീട്ടമ്മ ബഹളം വെച്ചതോടെ മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു. കുന്നംകുളം ഭാവന റോഡിലെ കംഫർട്ട് സ്റ്റേഷനിൽ നിന്നുള്ള സെപ്റ്റിക് മാലിന്യങ്ങൾ പൊതുക്കാനയിലേക്ക് ഒഴുകുന്നതായി ആക്ഷേപം. സമീപത്തെ കായ മാർക്കറ്റ് പകർച്ചവ്യാധി ഭീഷണിയിൽ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം.